തിരുവനന്തപുരം പള്ളിച്ചലിൽ നിന്ന് വിഴിഞ്ഞത്തേക്ക് പോകുന്ന വഴിയിൽ ആ ഒരു മെയിൻ റോഡിൽ നിന്ന് ഏകദേശം 450 മീറ്റർ മാത്രം മാറി നമുക്ക് ശരിക്കും സ്ഥലത്തിൻ്റെ വിലയ്ക്ക് നല്ലൊരു വീടോട് കൂടി ഈ ഒരു പ്രോപ്പർട്ടി സ്വന്തമാക്കി എടുക്കാൻ സാധിക്കും. ടോട്ടലായിട്ട് 12 സെൻറ്റ് സ്ഥലത്ത് 2100 സ്ക്വയർ ഫീറ്റിലെ വലിയൊരു വീടുണ്ട്. ഇത് പോയിട്ട് നമുക്ക് അങ്ങോട്ടേക്ക് നല്ലതുപോലെ തന്നെ സ്ഥലമുണ്ട് കേട്ടോ. അവിടെ ഒരു പഴയ വീടുണ്ട്, വീടിന് കണക്കാക്കണ്ട. ഈ വീട് വന്നിട്ട് ഏകദേശം 8 വർഷം മാത്രം പഴക്കമുള്ള വീടാണ്. എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്കിതുപോലെ കുറച്ച് പഴക്കമുള്ള വീട് വാങ്ങുമ്പോൾ ഒരു ബെനിഫിറ്റ് എന്താ വെച്ച് കഴിഞ്ഞാൽ വീടിൻ്റെ വില കമ്പാരിറ്റീവ്ലി നല്ല വിലക്കുറവിൽ കിട്ടുന്നുണ്ടാവും. നമുക്ക് ആ ഒരു ഏരിയയിൽ സ്ഥലത്തിന് മാത്രം കൊടുത്താൽ മതി. എങ്ങനെയാ വെച്ചാൽ ഇന്ന് ഇതുപോലൊരു വീട് ചെയ്യണമെന്നുണ്ടെങ്കിൽ എങ്ങനെയായാലും ഒരു 50-60 ലക്ഷം രൂപയ്ക്ക് പുറത്തേക്കുള്ള പ്രൈസിലേക്ക് പോകുന്നുണ്ടാവും. പക്ഷേ അതിനെക്കാട്ടും വിലക്കുറവിൽ നമുക്ക് ഈ ഒരു പ്രോപ്പർട്ടി വാങ്ങിയെടുക്കാൻ സാധിക്കും. എങ്ങനെയാ വെച്ചാൽ ആ വീടിൻ്റെ വില നല്ലതുപോലെ കുറച്ച് തന്നെ വാങ്ങിയെടുക്കാൻ സാധിക്കും. പ്രോപ്പർട്ടിയിലേക്കുള്ള ആക്സസ് പറഞ്ഞുതരാം. പള്ളിച്ചലിൽ നിന്ന് വരുവാണെന്നുണ്ടെങ്കിൽ പുന്നമൂട് ജംഗ്ഷൻ കഴിഞ്ഞ് നമ്മൾ വീണ്ടും വിഴിഞ്ഞ റൂട്ടിലേക്ക് വരുമ്പോൾ പെരിങ്ങമല ജംഗ്ഷൻ എത്തുന്നതിന് തൊട്ട് മുന്നേ തന്നെ വലതുവശത്ത് ഒരു ഓപ്റ്റിക്കൽ സെൻറ്റർ എന്നൊക്കെ പറഞ്ഞൊരു കണ്ണടയുടെയൊക്കെ ഒരു കട കാണാൻ സാധിക്കും. അതിൻ്റെയൊക്കെ ഓപ്പോസിറ്റ് കാണുന്ന വഴി ഏകദേശം ഒരു 450 മീറ്റർ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഈ പ്രോപ്പർട്ടിയായി. പെരിങ്ങമല ജംഗ്ഷനിൽ നിന്ന് തന്നെ വരാനായിട്ട് വേറെയും വഴികളുണ്ട്. പക്ഷേ നമുക്ക് നല്ല വീതിയുള്ള വലിയ വണ്ടി വരുന്നൊരു വഴിയാണ് ഞാനിപ്പോൾ പറഞ്ഞത് കേട്ടോ. അതൊന്ന് നിങ്ങൾക്ക് ഈസിലി ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കും. അതുവഴി കറക്റ്റായിട്ട് 450 മീറ്ററിൽ നമ്മുടെ ഈ പ്രോപ്പർട്ടിയിലേക്ക് വരാം. ഈ കാണുന്ന പോലെയാണ് നമ്മുടെ മുൻവശം വരുന്നത്. ഇവിടെ ആയിട്ട് നമുക്കിത് ഇങ്ങനെ കവേർഡ് ആയിട്ടുള്ള കാർ പാർക്കിംഗ് സ്പേസ് ഒരുക്കിയിട്ടുണ്ട്. ഒരു 4 വണ്ടികൾ നമുക്ക് അകത്തേക്ക് കയറ്റി പാർക്ക് ചെയ്യാവുന്ന രീതിയിൽ ഈ ഭാഗത്ത് തന്നെ സ്പേസ് കിട്ടും കേട്ടോ. നമുക്കിതിൻ്റെ ചുറ്റുവട്ടം കണ്ടതിന് ശേഷം വീട്ടിനകത്തേക്കുള്ള ദൃശ്യങ്ങൾ കാണിച്ചു തരാം. നമുക്കിതിന് പിൻവശത്തേക്ക് കാണുന്ന ഈ ഒരു വീടൊക്കെ വന്നിട്ട് പഴയ വീടാണ്. ഇവർ ആദ്യം ഇതിൽ താമസിച്ചുകൊണ്ടിരുന്നിട്ട് ആ സമയത്താണ് ഈ ഇന്ന് വീട് നിർമ്മിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ ഇതിനൊന്നും നമ്മൾ വില കണക്കാക്കണ്ട. ഇതിൻ്റെ ചുറ്റുവട്ടം ഒന്ന് കാണിച്ചു തരാം. അത്യാവശ്യം നമുക്ക് സ്പേഷ്യസ് ആണ്. ഇനിയൊരു വീട് വെക്കണമെങ്കിൽ തന്നെയും നമുക്ക് ഈ ഭാഗത്തേക്ക് നല്ലതുപോലെ സ്ഥലം കിട്ടുന്നുണ്ട്. കാരണം ടോട്ടലായിട്ട് നമുക്കിത് ഇതുവരേക്കും വരുമ്പോഴത്തേക്കും 12 സെൻറ്റ് സ്ഥലമുണ്ട്. വീടിന് ചുറ്റുവട്ടം നല്ല സ്ഥലം വേണം. ആ രീതിയിലൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് വാങ്ങാൻ പറ്റിയൊരു പ്രോപ്പർട്ടിയാണ് കേട്ടോ. ഇത് ഇങ്ങനെ ഒരു വരാന്ത സ്പേസിൽ നിന്നാണ് നമ്മൾ ഉള്ളിലേക്ക് കയറുന്നത് കേട്ടോ. മുൻവശത്തുള്ള വാതിൽ, കട്ടള ഇതെല്ലാം തന്നെ പ്ലാവിൻ തടിയിലാണ് ചെയ്തിട്ടുള്ളത്. നമുക്കിതിനകത്തുള്ള തടിപ്പണികളെല്ലാം ആഞ്ഞിലി പ്ലാവ് ആ രീതിയിലാണ് ചെയ്തെടുത്തിട്ടുള്ളത്. നേരെ കയറി വരുന്നത് നമ്മുടെ ഇങ്ങനെ ഒരു കോമൺ ഏരിയയിലേക്കാണ്. ഇവിടെ ആയിട്ട് ലിവിങ് സ്പേസ് വരും. നോക്കി അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ളൊരു വീടാണ് കേട്ടോ. കാരണം 2100 സ്ക്വയർ ഫീറ്റ് തന്നെയുണ്ട്. അതും താഴത്തെ നിലയിൽ 2 വലിയ ബെഡ്റൂംസ് വരുന്നുണ്ട്. ഈ ഭാഗത്തായിട്ട് നമ്മുടെ ഡൈനിങ് ഏരിയ, ഇവിടെ ആയിട്ട് കിച്ചണിലെല്ലാം നമുക്ക് സ്ലാബ് ചെയ്ത് അടിയിലേക്കെല്ലാം ഇങ്ങനെ അടച്ചിട്ടെടുത്തിരിക്കുകയാണ്. ഇവിടെ എല്ലാം തന്നെ സ്റ്റോറേജ് സ്പേസ് കാണാം. അതുപോലെ തന്നെ മേളിലേക്കും സ്ലാബ് ചെയ്തിട്ടുണ്ട്. ഇത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കവർ ചെയ്തെടുക്കാവുന്നതാണ്. ഈ കാണുന്ന പോലെ നമുക്കൊരു വർക്ക് ഏരിയ വരുന്നുണ്ട്. വർക്ക് ഏരിയയിലായിട്ട് ഒരു ആലുവ അടുപ്പൊക്കെ സ്ഥാപിച്ചിട്ടുണ്ട്. നമ്മുടെ താഴത്തെ ഫ്ലോറിൽ തന്നെ അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള 2 വലിയ ബെഡ്റൂംസാണ് വരുന്നത്. ആ റൂം ഇപ്പോൾ ലോക്ക് ചെയ്തൊക്കെയാണ് കേട്ടോ. ഞാൻ ഇത് കാണിച്ചു തരാം. ഈ കാണുന്ന പോലെ വളരെ വലിയ റൂമാണ്. നോക്കിയത് 2 വലിയ കട്ടിലിട്ടിട്ട് നല്ലതുപോലെ സ്പേസ് ചുറ്റുവട്ടം കിട്ടുന്നുണ്ട് കേട്ടോ. ബാത്റൂം എല്ലാം തന്നെ നീറ്റ് കണ്ടീഷനിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. നമുക്കിതിൽ വേറെ റെനോവേഷൻ വർക്കോ കാര്യങ്ങളോ ഒന്നും തന്നെ ചെയ്യേണ്ടി വരത്തില്ല. പെയിൻറ്റിങ് മാത്രം വേണമെങ്കിലും ഒന്ന് ചെയ്തെടുത്താൽ മതിയാവും കേട്ടോ. നമ്മുടെ ഫസ്റ്റ് ഫ്ലോറിലേക്ക് വരുമ്പോഴും ഈ കാണുന്ന പോലെ വലിയൊരു കോമൺ സ്പേസ് വരും. 2 വലിയ ബെഡ്റൂംസ് വരും. ഈ കാണുന്നതാണ് ഒരു ബെഡ്റൂം. അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള റൂമാണ്. ഈ റൂമിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ കാണുന്ന പോലെ ഒരു കബോർഡ് വർക്കൊക്കെ ചെയ്തിട്ടുണ്ട്. ബാത്റൂം സ്പേസും എല്ലാം തന്നെ നീറ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഈ ഭാഗത്തായിട്ട് നമുക്ക് അടുത്തൊരു ബെഡ്റൂം കാണാം. അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള റൂമാണ്. അതുപോലെ തന്നെ നമുക്ക് ഇതുപോലെ ഒരു ഓപ്പൺ ടെറസ്, പിൻവശത്തേക്ക് ഒരു ഓപ്പൺ ടെറസ് ഉണ്ട്. ഇവിടെ നിന്ന് നമുക്ക് ടെറസിലേക്ക് എൻട്രിയും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ ഭാഗത്ത് വാഷിംഗ് മെഷീൻ വെക്കണമെന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള പ്രൊവിഷനൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. പക്ഷെ അവരവിടെ വെച്ചിട്ടില്ല. അതുപോലെ നമുക്ക് മുൻവശത്തേക്ക് നല്ലൊരു ബാൽക്കണി സ്പേസിലേക്കും എൻട്രൻസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ബാൽക്കണിയിൽ നിന്നുള്ള വ്യൂ. ഈ പ്രോപ്പർട്ടിക്ക് താല്പര്യമുള്ളവർക്ക് നേരിട്ട് ഇതിൻ്റെ ഉടമയെ വിളിച്ച് ഡീലാക്കാവുന്നതാണ്. നമുക്കിതിന് ഉദ്ദേശിക്കുന്ന വില 85 ലക്ഷം രൂപ മാത്രമാണ് കേട്ടോ. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു ഇമ്പോർട്ടൻസ് വരുന്നത് നമുക്ക് വിഴിഞ്ഞത്തിലോട്ട് വളരെയേറെ പെട്ടെന്ന് ചെന്ന് എത്താൻ പറ്റുന്ന ലൊക്കേഷനാണ്. അതായത് ഇവിടെ നിന്ന് ബൈപ്പാസിലേക്ക് കറക്റ്റായിട്ട് ഏകദേശം 4.5 കിലോമീറ്റർ മാത്രമേ ഡിസ്റ്റൻസ് ഉള്ളൂ. NH-ലേക്ക് നമുക്ക് 3 കിലോമീറ്ററിൽ പള്ളിച്ചൽ ജംഗ്ഷൻ്റെ അവിടെ ചെന്ന് എത്താൻ സാധിക്കും. ആ രീതിയിലാണ് ആക്സസ് വരുന്നത്. താല്പര്യമുള്ളവർ നേരിട്ട് വിളിച്ചോ. ഈ പ്രോപ്പർട്ടി ഉദ്ദേശിക്കുന്ന വില 85 ലക്ഷം രൂപയാണ്. നമുക്ക് എന്ത് സൗകര്യത്തിനായാലും പെട്ടെന്ന് തന്നെ ഇവിടെ പെരിങ്ങമല ജംഗ്ഷനിലേക്ക് കയറാം. ഇവിടെ നിന്ന് ഇങ്ങനെ നടന്നു പോകുന്ന ഡിസ്റ്റൻസിൽ പെരിങ്ങമല ജംഗ്ഷനായി. ആ രീതിയിലാണ് ആക്സസ് ഉള്ളത്.